ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പായ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഈ റെസിപ്പി ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയൊരു പപ്പായ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കുരുവൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് തുടച്ചതിൻ്റെ ശേഷം മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ എല്ലാതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മസാലകൾ ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഈ മസാലയൊക്കെ ഇതിലേക്ക് ഒന്ന് പുരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഇതൊന്ന് പരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പരട്ടിയെടുത്ത് ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നല്ല പോലെ ഇതിൻ്റെ ഒരു നനവ് ഉണ്ടാവുമല്ലോ, ആ നനവിൽ ഈ രീതിയിലൊന്നായി വരും കേട്ടോ. മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓയിലാണ് വറുത്തെടുക്കണേ. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ വിടർത്തി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല പോലെ തന്നെ എണ്ണ ചൂടായിരിക്കണം. ആ സമയത്ത് വേണം നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടില്ലാതെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല, വേഗം റെഡിയായി കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എണ്ണ ചൂടായി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചായയുടെ കൂടെയൊക്കെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പപ്പായ ഫ്രൈ ആണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, എന്നാൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.